എന്തായാലും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇടുക്കി ഉടുമ്പൻചോലയിൽ കുമളി മൂന്നാർ സംസ്ഥാന പാതയിലും നെടുങ്കണ്ടം കമ്പം പാതയിലും മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കണ്ണൂർ തലശ്ശേരിയിലും മലപ്പുറത്തും കോഴിക്കോട്ടും രാത്രിയിലും ശക്തമായ മഴ ലഭിച്ചു. കോഴിക്കോട് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നു. മിഥില ബാലൻ കോഴിക്കോട് നൽകും കൂടുതൽ വിവരങ്ങൾ. മിഥില, ഇപ്പോഴും മഴയുണ്ടോ കോഴിക്കോട്? എവിടെയാണ് ഈ വെള്ളക്കെട്ട് ഇപ്പോൾ രൂക്ഷമായി അനുഭവപ്പെടുന്നത്? ഇതിൽ ഒരു രാത്രി 9:30-ക്ക് ശേഷമാണ് കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ പെയ്തു തുടങ്ങിയത്. ഇപ്പോഴും ആ മഴ തുടരുന്നുണ്ട്. ഇടിയോടുകൂടിയ ശക്തമായ മഴ തന്നെയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ സമാനമായ രീതിയിൽ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ, KSRTC ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഈ വാർത്ത സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിൽ പോകുന്നതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ കനക്കും എന്ന സൂചന കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണിത്. എന്തുതന്നെയായാലും ഇപ്പോൾ കോഴിക്കോടിന്റെ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കനത്ത മഴ പെയ്യുന്നുണ്ട്. സ്വാഭാവികമായും സാധാരണഗതിയിൽ കോഴിക്കോട് നഗരത്തിലുണ്ടാകുന്നത് പോലെ ചെറിയ മഴ പെയ്താലും ഇവിടെ വെള്ളക്കെട്ടുണ്ടാവാറുണ്ട്. ഇപ്പോഴും KSRTC ബസ് സ്റ്റാൻഡ് അടക്കമുള്ള മേഖലകളിൽ വെള്ളക്കെട്ടുണ്ട് എന്നാണ് മിഥില ബാലൻ കോഴിക്കോട് നൽകിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ്.